ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു എയർ ബ്ലോവറാണ്. അപ്പോൾ ഇത് ഓൺ ആവുന്നില്ല. അപ്പോൾ എന്താണ് ഇത് ഓൺ ആവാത്തതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പേര് അജി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിവേഴ്സൽ ഇനത്തിൽപ്പെട്ട മോട്ടറാണ് നമ്മളിപ്പോൾ ഇളക്കുന്ന ഈ എയർ ബ്ലോവർ. അത് യൂണിവേഴ്സൽ മോട്ടർ എന്താണെന്നുള്ളതും ഇൻഡക്ഷൻ മോട്ടർ എന്താണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ സർവീസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാർബൺ രണ്ടും ഇളക്കി മാറ്റുവാണ്. അതിനുശേഷം കാർബൺ കൊള്ളാമോ എന്ന് നമ്മൾ നോക്കണം. തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കാർബൺ മാറിയിടണം. അതിനുശേഷം നമ്മൾ ഈ കാർബൺ ഇടുന്ന രണ്ട് ഹോൾഡറിൽ 40-ൻ്റെ ബൾബ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ഏത് ഭാഗത്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഹോൾഡർ രണ്ടിലും ബൾബ് കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തതിന് ശേഷം ഓൺ ആക്കിയപ്പോൾ ബൾബ് കത്തുന്നില്ല. അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ വൈൻഡിങ്ങോ അല്ലെങ്കിൽ സ്വിച്ചോ അങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും കംപ്ലൈൻറ്റ് സാധാരണ ഇനി കാണാനുള്ളത്. അതെല്ലാം കറക്റ്റായിരുന്നെങ്കിൽ നമുക്ക് ഈ ബൾബ് കത്തിയേനെ. ഇനി അപ്പോൾ അതിൻ്റെ ക്യാപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രൂ ഒക്കെ മാറ്റി ഇനി ഈ സൈഡിലുള്ള രണ്ട് ലോക്ക് പ്രസ് ചെയ്ത് നമ്മൾ ആ കവർ ഊരിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ കവർ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്വിച്ചിലേക്ക് നോക്കുമ്പോൾ സ്വിച്ചിൻ്റെ ഒരു ലീഡ് കത്തിയതായിട്ട് കാണാൻ പറ്റും. അത് കത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളവിടെ കണക്ട് ചെയ്തിരിക്കുന്ന വയറിന് ഗേജ് ഇല്ലാത്തത് കൊണ്ടാണ്. വയറിന് ഗേജ് ഇല്ലാത്തത് കൊണ്ട് വയർ ഓവർഹീറ്റായിട്ടാണ് അവിടെ കത്തുന്നത്. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് മാറാം. സ്വിച്ച് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ കുറച്ച് ഗേജുള്ള വയർ തന്നെ കണക്ട് ചെയ്യാം. അതല്ല ഈ വയർ തന്നെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനിയും ഹീറ്റായിട്ട് സ്വിച്ച് ഉരുവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരു 1² mm വയർ കുറച്ചെടുത്ത് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വയറെടുത്തതിന് ശേഷം നമ്മൾ ആ സ്വിച്ചിൻ്റെ സ്ക്രൂ നമ്മൾ ഊരിയതിന് ശേഷം അതിലേക്ക് ഈ വയർ വെച്ചിട്ട് നമ്മളൊരു ചെറിയ വളയം പോലെ ആക്കിയിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രൂ ഞാൻ ഊരിയെടുത്തതിന് ശേഷം ഇൻസുലേഷൻ കളഞ്ഞ ഭാഗം കൊണ്ട് ചെറിയൊരു റിങ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ റിങ് പോലുള്ള വാഷർ മേടിക്കാൻ കിട്ടും. അതിനകത്ത് നമുക്ക് പഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. പക്ഷേ എല്ലാത്തിനകത്തും അതൊന്നും സ്യൂട്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതിനകത്ത് നമ്മൾ അതേ കണക്ക് സ്ക്രൂ ചെയ്തു. 1² mm വയർ അതാകുമ്പോഴത്തേക്ക് ഹീറ്റ് ആവത്തില്ല. ഇതാകുമ്പോൾ ഒരുപാട് വാഷ് ഇല്ലാത്തതായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവർ അതിനകത്ത് ഇട്ടേക്കുന്ന വളരെ തീരെ കനം കുറഞ്ഞ വയറായതുകൊണ്ടാണ് അവിടെ ഹീറ്റായത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്വിച്ചിൻ്റെ വയർ ജോയിൻറ്റ് ചെയ്യണം. സ്വിച്ചിൻ്റെ വയർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റബ്ബറിൻ്റെ സ്ലീവാണ് അതിനകത്തോട്ട് ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആ സ്ലീവായിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാനും അതൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്ലീവ് അതിനകത്തോട്ട് കയറ്റിയിട്ടതിന് ശേഷം വയർ നല്ല ഭംഗിയായിട്ട് ജോയിൻറ്റ് ചെയ്തു. ഇനി ആ സ്ലീവ് അതിലേക്ക് കടത്തിയിടുകയാണ്. കടത്തിയിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ലൈറ്റർ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ സെറ്റായി കഴിഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ പോയിട്ട് ഇൻസുലേഷൻ ടേപ്പ് അടിക്കുകയാണെങ്കിൽ ആ ഭാഗം കൊണ്ട് ജോയിൻറ്റ് ഊരി വരും. ഇതാകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ കിടന്നോളും. കാണാനും ഒരു വൃത്തി ഈ സ്ലീവ് തന്നെ കയറ്റിയിടുന്നതാണ്. അപ്പോൾ ഇത് പല അളവിൽ മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ കനം അനുസരിച്ച് വയറിൻ്റെ കനം അനുസരിച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ലീവ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിത് രണ്ട് സൈഡിലും സ്ലീവ് കയറ്റിയിട്ടതിന് ശേഷം അതിനെ ഹീറ്റ് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ആ രണ്ട് ജോയിൻറ്റുകളെല്ലാം റെഡിയാക്കി. ഇനി ഇതിലേക്ക് സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. സ്വിച്ച് നമ്മൾ കറക്റ്റായിട്ട് ആ വയർ അതിനകത്ത് ഒതുക്കി വെച്ചതിന് ശേഷം സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. സ്വിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാൻഡിലിലെ ക്യാപ്പ് നമ്മൾ അടയ്ക്കുകയാണ്. അടച്ചതിന് ശേഷം അതിനെ നമ്മൾ ലോക്കൊക്കെ കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതിന് ശേഷം അത് ടൈറ്റ് ചെയ്യുകയാണ്.
സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബൾബ് ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പം ബൾബ് കത്തിയിലായിരുന്നു. ഇനി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റ് കംപ്ലൈൻറ്റുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത്. വൈൻഡിങ്ങിൻ്റെ ഭാഗത്ത് വല്ലതും ഫാൾട്ടുകൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് ഓണാക്കിയപ്പോൾ ഓക്കെയാണ്, ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കാർബൺ ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർബണൊക്കെ തേയ്മാനുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് മാറുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ അല്ലെങ്കിൽ തീരാറായ കാർബണാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ആ കാർബൺ തന്നെ നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്യാണ്. അങ്ങനെ 2 സൈഡ് കാർബണും നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യമേ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടെസ്റ്റ് ലാമ്പിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, അതിനകത്ത് ആദ്യം 200-ൻ്റെ ബൾബ് ഇട്ടിട്ട് നമ്മൾ ആദ്യം കുറച്ച് നേരം ഓടിച്ച് നോക്കും. ഓടിച്ച് നോക്കി ആംപിയറിൽ വ്യത്യാസങ്ങളും കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓടിക്കും. അപ്പോൾ അത് ടെസ്റ്റ് ലാമ്പിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടെ നിങ്ങൾ കാണുമ്പം അതുകൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പണികളെല്ലാം ചെയ്യുന്നതിന് നമുക്ക് കുറേ എളുപ്പമായിരിക്കും, കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനും ചെക്കിങ്ങിനും എല്ലാം.